നാരായണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം 7-ാമത്തെ ഭാഗമായിട്ട് പറയണു. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വേദധാത് യജ്ഞസന്തത്യൈ വേദമേകം ചതുർവിധം. ജനാനാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, വൈദികം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചാതുർഹോത്രം 4 പേരോട് കൂടിയിട്ട്, അല്ലെങ്കിൽ 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിധികളുണ്ട് ചെയ്യാനായിട്ട്. അത് വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിക്കാതെ, അവിടെ വർണ്ണം തന്നെയാണ് ഉദ്ദേശിച്ചത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതുതന്നെ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഈ കുട്ടിക്കാലം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്യണതും. അപ്പം ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ശുദ്ധം, അത് ശുദ്ധമാവണം. പക്ഷേ അത് ശുദ്ധമാണോ അറിയില്ല. അങ്ങനെ ആവണം എന്നുദ്ദേശിച്ചുകൊണ്ട് വീക്ഷ്യ, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, കണ്ടിട്ടെന്ന് അനുഭവിച്ച് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ദീർഘദർശിയാണ്. അപ്പോൾ ഭാവി അറിയാം. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട്, അവിടെ വീക്ഷ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, യജ്ഞസന്തതി, യാഗത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥിരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ, അതാണ് യജ്ഞസന്തതി. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന നിർബന്ധമുണ്ട്. ആ നിർബന്ധം ഇന്ന് നമ്മൾ പാലിക്കാറില്ല. ഓരോ വ്യക്തിക്കും, കുട്ടികൾക്കാച്ചാൽ അത് ആ വ്യത്യാസത്തിനനുസരിച്ച് എല്ലാവർക്കും ഇത് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതൊരു ജീവിതം തന്നെ യജ്ഞമാണ്. നമ്മൾ യജ്ഞം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സപ്താഹയജ്ഞം, അല്ലെങ്കിൽ യാഗങ്ങളൊക്കെയുമായിട്ടുള്ള യാഗങ്ങൾ, അങ്ങനെ കണക്കാക്കാറുള്ളൂ. അപ്പം അങ്ങനെ പോരാ, ജീവിതം തന്നെ യജ്ഞമാണ്. അങ്ങനെ കണക്കാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഏകം വേദം, ഒന്നായിരിക്കുന്ന ഈ വേദത്തെ 4 വിധം, ചതുർവിധം വ്യദധാത്, അങ്ങനെ വിന്യസിച്ചു, അല്ലെങ്കിൽ വിഭജിച്ചു. വ്യദധാത് 4 തരത്തിലാക്കിയിട്ട് മാറ്റി എന്ന് സാരം. അപ്പോൾ ചാതുർഹോത്രം കർമ്മ ശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാത് യജ്ഞസന്തത്യൈ വേദം ഏകം ചതുർവിധം. പദച്ഛേദം. അപ്പം ഇവിടെ യജ്ഞവിധിക്കനുസരിച്ച് യാഗം, അല്ലെങ്കിൽ ഈ ഹോമാചാരത്തോട് കൂടിയിട്ടുള്ള യജ്ഞാദികൾ, അതിന് യജമാനൻ വേണം. അതേപോലെ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു 4 ഹോതാക്കൾ വേണം. പിന്നെ സദസ്യൻ, ബ്രഹ്മൻ, ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഹോതാക്കൾ, അതേപോലെ യജമാനൻ, സദസ്യർ, പിന്നെ ഈ ബ്രഹ്മനും. അങ്ങനെയാണ് സാധാരണ പതിവ്. ഇവിടെ ബ്രഹ്മൻ, ഹോതാവ്, അധ്വർയു, അഗ്നിധ്രൻ, ഇങ്ങനെ 4 പേരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ വയ്ക്കണ്ട. 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഹോതാക്കൾ, അതുതന്നെ ഹോതാക്കളിൽ തന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അത് വേദം അനുശാസിക്കുന്ന വെച്ചാൽ ഋഗ്വേദിയാണ്, യജുർവേദിയാണ്, സാമവേദിയാണ്, അഥർവവേദിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യത്യാസം അതിൽ വന്നു കഴിഞ്ഞു. അതിൽ തന്നെ ഗുരുക്കന്മാരുടെ വ്യത്യാസത്തിനനുസരിച്ചും അത് വ്യത്യാസം വരാം. ഗോത്രത്തലവന്മാരുടെ ആചാരങ്ങൾക്ക് അതിനനുസരിച്ചും വ്യത്യാസം വരാം. അപ്പോൾ ഒരാൾ ചെയ്യണതല്ല മറ്റൊരാൾ ചെയ്യാം. അപ്പോൾ രണ്ടും തമ്മിൽ ഇതെന്താ അങ്ങനെ വ്യത്യാസം എന്ന് തോന്നും. അത് തോന്നിയിട്ട് കാര്യമില്ല. കാരണം ആ ഗുരു അതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയേ പാടും. അതാണ് ഈ ഗോത്രത്തലവന്മാർ. ഇപ്പോൾ നമ്മൾ ഭരദ്വാജൻ, കൗശികനായിട്ടുള്ള ഒരാൾ,
വിശ്വാമിത്രൻ കൗശിക ഗോത്രത്തിൽപ്പെട്ടയാളാ. വിശ്വാമിത്രൻ സ്വന്തമായിട്ട് ഗോത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വാത്സം, ഭാർഗവ ഗോത്രം, ച്യവനൻ, ഇവരൊക്കെ ഔർവൻ, ജാമദഗ്നിം, ഇതൊക്കെ അതിൽപ്പെട്ടത്. ജമദഗ്നി, വാത്സം, അത് വാത്സം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഭരദ്വാജൻ, കൗശികം, വാത്സം, കൗടില്യം, അത് വാസിഷ്ഠനാണ്. നമ്മുടെ ഈ അർത്ഥശാസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ള കൗടില്യനല്ല, അത് ചന്ദ്രഗുപ്ത രാജാവിൻ്റെ ആ ചാണക്യനല്ല. കൗടില്യം അത് വേറെയുണ്ട്. അതേപോലെ കാശ്യപം, വാസിഷ്ഠം, ജാമദഗ്നം, വിശ്വാമിത്രം, ഗൗതമം, അത്രി, ആത്രേയം. അപ്പം ഇങ്ങനെ ഗോത്രങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഗോത്രങ്ങൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അവർ ആ വേദത്തെ വിശകലനം ചെയ്ത് ഇങ്ങനെ മതി ഈ തന്ത്രം, ഈ വൈദിക കർമ്മങ്ങൾ ഇങ്ങനെ മതി എന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ്, അതാണ് 4 വേദം എന്ന് പറയുമ്പോൾ നമ്മൾ 4ആയിട്ട് നേരത്തെ ഇപ്പോൾ പറഞ്ഞു. ബ്രഹ്മൻ, ധ്വരു എന്നൊക്കെ പറഞ്ഞു, ഹോതാവ്. അപ്പോൾ അതും മാത്രമല്ല, ഈ ഒരു സിസ്റ്റം ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം. ഇതൊക്കെ വേദവ്യാസൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 4ആക്കിയിട്ട് വേദത്തിനെ മാറ്റിയത്. 4ആക്കിയിട്ട് മാറ്റിയപ്പോൾ ഈ ഒരു വ്യത്യാസവും അതിൽ വന്നു എന്ന് സാരം. അതാണ്. അപ്പോൾ നമ്മൾ പകഴിയൻ ചടങ്ങ്, ഈ കൗംഷീതകൻ, ബാധൂലകൻ, ബൗധായനൻ എന്നൊക്കെ പറയും. അതൊക്കെ അതാത് ഗുരുക്കന്മാരുടെ വൈദികമായിട്ടുള്ള ഈ ചടങ്ങ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതാണ്. അവരൊക്കെ താന്ത്രികം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ താന്ത്രികത്തിന് മറ്റ് ഇതായിട്ട് സാമ്യം ഉണ്ടായതുകൊണ്ട് അത് അതിലേക്ക് ലയിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വൈദികര് നമ്മൾ സാധാരണഗതിയിൽ ഈ പിതൃകർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, അതേപോലെ തന്ത്രിമാരാണെങ്കിൽ അത് അമ്പല വിഷയമായിട്ട് ഇങ്ങനെയാണ് വെച്ചെടുക്കണത്. അതിപ്പോൾ ഇതാ, അതങ്ങനെയല്ല. ഈ ഗോത്രങ്ങളുടെ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതതിൻ്റെ ഈ വൈദികം തന്നെയാണ് ഈ താന്ത്രികമായിട്ട്. അത് ഒന്ന് ദേവമാണ്, ഒന്ന് പിതൃക്കളുടെയാണ്. അപ്പോൾ രണ്ടും 2 ശാഖയല്ല, രണ്ടും ഒരാൾക്ക് തന്നെ വേണം. വൈദികവും താന്ത്രികവും 2 പേർക്കും 2 ഉപാസനാ സമ്പ്രദായങ്ങളാണ്. ഒന്ന് ദേവന്മാർക്ക്, മറ്റത് പിതൃക്കൾക്ക്. ഇത് രണ്ടും ഒരേ ബ്രാഹ്മണന് വേണം. ഏത് ഗോത്രമായാലും ശരി, ഏത് വേദം ആയാലും ശരി. ഇപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 4 എണ്ണം: ബ്രഹ്മാവ്, ഹോതാവ്, ധരു, അഗ്നിധ്രൻ. അത് മാത്രം പോരാ. അതിൽ ബ്രഹ്മൻ, അധ്വർയു, ഹോതാവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവ്, പ്രതിഹർത്താവ്, സദസ്യര്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സാമഗാനം പാടുന്നയാളെ ഉദ്ഗാതാവ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെയും ഈ വിശകലനം വരുന്നത് എങ്ങനെയാണോ ഒരു ഈശ്വരനെ കണ്ട് ഇന്നയാള്, ഇന്ന മൂർത്തി, ഇന്ന രീതിയിൽ ആ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ വരാഹമൂർത്തിയുടെ സ്വഭാവമല്ല നരസിംഹമൂർത്തിക്ക്, വാമനൻ്റെ സ്വഭാവം മറ്റൊന്നാണ്. ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും വ്യത്യാസം വന്നു. അപ്പോൾ മൂർത്തിഭേദങ്ങൾക്കനുസരിച്ച് അങ്ങനെയാണ് ഇത് മുഴുവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശൈവായിട്ടും വൈഷ്ണവായിട്ടും ശാക്തയായിട്ടും ഇതിനെല്ലാം വിധികൾ അതാത് ഗാണപത്യം, സൗരം ഒക്കെ വ്യത്യാസമുണ്ട്. പാശുപതം പ്രത്യേകമാണ്. അപ്പോൾ പാശുപതവും ശൈവവും ഒന്നല്ലേ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. 2 2 ഭഗവാൻ കൃഷ്ണനും പശുപതിയാണ്, മഹാദേവനും പശുപതിയാണ്. ഭഗവാൻ വിഷ്ണുവിനും 3 കണ്ണുണ്ട്. നമ്മൾ 3 കണ്ണുള്ള ഒരു വിഷ്ണുവിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ആക്കിപ്പോയി. അതാണ്. അങ്ങനെ പറയണവർക്കും അതിൻ്റെ ഈ പറയണ ആളോട് ദേഷ്യം ഉണ്ടാവുക എന്നല്ലാണ്ട് കേൾക്കണവർക്ക് മറ്റിച്ച് തോന്നുന്ന പതിവില്ല. അവിടെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഒരു തരം ഫീഡഡ് ആണ്, ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തെറ്റാ. അതങ്ങനെയല്ല. അത് നമുക്ക് ഈ ഗോത്രം കണ്ടാൽ മരീചിരത്തിൽ അങ്കിരസ പുലസ്ത പുലഹ ക്രതു ഭൃഗുർ വസിഷ്ഠോ ദക്ഷശ്ച. അപ്പോൾ ഇങ്ങനെയാണ് ഗോത്രങ്ങൾ വരുന്നത്. അത് കശ്യപഗോത്രത്തിൽ വസിഷ്ഠോശ്ച അങ്ങനെ വേറെയും വരുന്നുണ്ട്. അത് അതാത് യുഗത്തിൽ, അതാത് ചതുർയുഗത്തിൽ
പിന്നെ കൃതയുഗത്തിലാവാം ദ്വാപരത്തിലാവാം. ഇപ്പോൾ 28ാമത്തെയാണ്. 28 ഇൻറ്റു 4. അപ്പോൾ 27 ഇൻറ്റു 4 കഴിഞ്ഞു പോയതാ. അതിപ്പോൾ ഈ ഒരു കൽപ്പത്തിൽ മാത്രമാണ്. അപ്പോൾ അതേപോലെ പിന്നെയും സംഭവിച്ചിട്ടുണ്ടാവാം. ഈ ഭൂമിയെപ്പോലെ എത്രയോ ഭൂമികൾ അവിടെയും ഇവിടെയും ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ സൗരയൂഥം പോലെ തന്നെ എത്രയോ സൗരയൂഥങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. നമുക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എന്ന കൂട്ടത്തിൽ ഈ വിധികളൊക്കെ പലതും വേണ്ട രീതിയിൽ അന്ന് ഈ സ്റ്റോറിങ് സംവിധാനം ഇല്ല. ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ നമ്മൾ ഒരാൾ കണ്ടുപിടിച്ചു വെച്ചാൽ അതിന് പേറ്റൻ്റായി അത് അതിൽ പിന്നെ വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല. പണ്ട് അങ്ങനെയല്ല. ശാസ്ത്രം പോലും അങ്ങനെയല്ല. ശാസ്ത്രം ഒരാൾ കണ്ടുപിടിച്ചതിനെ മറ്റൊരാൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഭാരതത്തിൽ പ്രത്യേകിച്ചും ഒരാളൊരു സാധനം കണ്ടുപിടിച്ചു, മറ്റൊരാൾ വേറൊന്ന് കണ്ടുപിടിച്ചു വെച്ചാൽ ഇത് രണ്ടും കൂടിയിട്ട് സാമ്യം വരുമോ, തുലനം ചെയ്യാൻ പറ്റുമോ, ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ പരസ്പരം അത് തമ്മിൽ മത്സരമില്ല, സ്വാർത്ഥബുദ്ധിയില്ല, ലോകഹിതം ആണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മുഴുവൻ മത്സരമാണ്. അത് കാശാണ്. ഇനി കാശ്, അധികാരം, യശസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും. അത് പിന്നെ ദുർവിനിയോഗവും. പണ്ട് ഇതൊന്നുമില്ല. അപ്പോൾ ആ കാലത്തെയാണ് ഇതിവിടെ ഭാഗവതത്തിൽ പറയണത്. അതിനെ ഉൾക്കൊള്ളാതെ കണ്ട് ഇന്നത്തെ കാലമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നതൊക്കെ കലികാലമാണ്. രജോ ഗുണവും തമോ ഗുണമാണ് കൂടുതലുള്ളത്. അപ്പോൾ കൂടുതലല്ല, 99% അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടും കൂടിയിട്ട് തുലനം ചെയ്യാൻ പറ്റില്ല. അത് കണക്കാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് എന്ന് സാരം. മാത്രമേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ബുദ്ധി അവിടേക്ക് എത്തണം. ഇന്ന് അവിടേക്ക് എത്തുന്നില്ല. അത് നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ വരണു? കാരണം ധനമാണ് എല്ലാവരുടെയും മീഡിയമായിട്ട് വന്നത്. അതേപോലെ പ്രശസ്തിയാണ് അടുത്തത്. പിന്നെ അധികാരം ആണ്. അപ്പോൾ ഈ അധികാരവും പ്രശസ്തിയും ധനവും നമ്മളെ ഭരിക്കുകയാണ്. ഉറക്കുറക്കെ പറയണം, ഉറപ്പിച്ച് പറയണം. ഉറക്കുറക്കെ പറയണം, ഉറപ്പിച്ച് പറയണം എന്നുള്ളത് ഇത് തന്നെയാണ് ഞാൻ കണ്ടത് എന്നതാണ് ഉറപ്പിച്ച് പറയേണ്ടത്. അതിലെന്തെങ്കിലും വ്യത്യാസം എന്താ വെച്ചാൽ ഈ ഉറപ്പ് ഇല്ലാണ്ടേ. ഏതാണോ കൂടുതൽ ശരിച്ചാൽ അതിനെ എടുക്കാൻ ഈ ഉറപ്പിച്ച് പറഞ്ഞയാൾ തയ്യാറാവും. ഇന്നതില്ല. അപ്പോൾ ആയുർവേദം കഴിച്ചാലും നമുക്ക് രോഗം മാറും, ഹോമിയോപ്പതി കഴിച്ചാലും രോഗം മാറും, അലോപ്പതി കഴിച്ചാലും രോഗം മാറും. ഇത് മൂന്നും കഴിച്ചാലും രോഗം മാറാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഏതാ ആധികാരികം? അലോപ്പതി മാത്രം ആധികാരികം, അത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചു എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ അധപ്പതിച്ചു പോയി. ഇതിനെ അധപ്പതനം എന്നാ പറയാ. അതിന് എല്ലാവർക്കും അറിയാം, പക്ഷെ പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പം അങ്ങനെയല്ല. അത് ഈ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ നമ്മുടെ ഈ ആയുർവേദമോ ഇതൊന്നും വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. എത്രയോ പാരമ്പര്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കണം നമ്മൾ. അതേപോലെ തന്നെ എത്രയോ ഉപാസനാ സമ്പ്രദായങ്ങളിൽ ആഭിചാരം തൊട്ടുള്ള സാത്വികമല്ലാത്ത ഭാവത്തിലും അതേപോലെ തന്നെ സാത്വികമായിട്ടുള്ള മന്ത്രവാദങ്ങളും ഫലവത്താണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. അതിന് പാറ്റന്റ് ഇല്ല, അതിന് സർട്ടിഫിക്കേഷൻ ഇല്ല. ആ വിധി പ്രയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിനും വെള്ളത്തിനും തീയിനും കാറ്റിനും ഈ ആകാശത്തിനും ശുദ്ധി ഉണ്ടാക്കാനും അശുദ്ധി ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ അശുദ്ധിയെ വേണ്ട എന്ന് വയ്ക്കാനും ശുദ്ധിയെ വേണമെന്ന് വയ്ക്കാനും വേണമെങ്കിൽ ഈ നിയമം ഉണ്ടാക്കാനൊക്കെ ഭാരതത്തിൽ എല്ലാവർക്കും സാധിക്കുമായിരുന്നു. അന്നത്തെ പ്രശ്നം പറ്റിയത് ഈ ബ്രാഹ്മണർ അവരവരുടെ കാര്യങ്ങൾ അത് നോക്കി അവർ കണ്ടത് പുറമേക്ക് പറഞ്ഞു, ആർക്കാച്ചെടുക്കാം. അതിന് പ്രത്യേകിച്ചൊന്നും അവർ കണ്ടില്ല. അവർക്ക് ഭഗവാങ്കൽ എത്താനുള്ള മാർഗം അവർ കണ്ടുപിടിച്ചു, അവർ അതിലൂടെ പോയി. അതിനെ ക്ഷത്രിയർ ഏറ്റെടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അത് അവരവരുടേതാക്കി. കാരണം അവർക്ക് അറിയില്ല ഇതാണ് ശരി എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചു. അപ്പോൾ അതിലൊരു നിർബന്ധ ബുദ്ധി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. വ്യാസൻ ഉദ്ദേശിച്ചത് വളരെ സാത്വികമായിട്ടുള്ള ഭാവത്തിലും വ്യാസൻ ഇത് അറിയുകയും ചെയ്തു. ഇത് ഇങ്ങനെയൊക്കെ ഭാവിയിൽ വരുമല്ലോ, ഇനി എങ്ങനെ ഞാൻ അതിനെ നേരെയാക്കുക. അപ്പോൾ നേരെയാക്കാൻ കൂട്ടിയാൽ പറ്റില്ല. കാരണം കലികാലം അങ്ങനെയാണ്, കലിയുഗത്തിൻ്റെ സ്വഭാവമാണ് അത്. അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാസൻ ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ ഭാഗവതം വായിക്കുന്നത് നമ്മിലുള്ള ഈ അപചയങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഈ ഒരു
ഇത് ശരിയല്ല എന്ന് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റണം. ഇത് പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു, കാരണം തമ്മിലൊരു ക്രോഡീകരണം വന്നു. അപ്പോഴാണ് ഇതിൽ എന്ത് ചേർക്കപ്പെട്ടത്? ഇതിനി പഠിക്കണ്ട, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വകാര്യം പറ്റില്ല, സ്വകാര്യ ധനസമ്പാദനം പറ്റില്ല, മേധാവിത്വം പറ്റില്ല, ഭൂമിയെ ഒന്നിച്ച് വിഴുങ്ങണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അത് പറ്റില്ല. അങ്ങനെയാണ് ഈ വിദ്യ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പം ഇതിൽ ഓരോ സൂത്രേ മണികണ ഇവ, ആ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം കണിക പരീക്ഷണം കൂടി സംഭവിച്ചിറക്കണത്, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിറക്കണത് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ആകാശത്തേക്ക് റോക്കറ്റായാലും ശരി, എന്ത് വിടുകയായാലും ശരി, ഒക്കെ ഭാഗവതത്തെയോ അല്ലെങ്കിൽ പുരാണങ്ങളെയോ വേദങ്ങളെയോ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായത് എന്നും അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് പഠിച്ചവർ, അത് ഒന്ന് പഠിച്ചവർക്ക് പറ്റില്ല, രണ്ടും പഠിച്ചവർക്ക് പറ്റും. അതാണ്. അപ്പോൾ നമ്മൾ അതിനെടുക്കണം, അതിനെടുത്താലേ ഇത് ശരിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ 4 ആക്കിയത്. അപ്പോൾ ഇതൊരു ഏകപക്ഷീയമായിട്ട് എടുക്കരുത്. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ഉപദേശമാണ്. ഏകപക്ഷീയമായിട്ട് എടുക്കരുത്. ഇതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ കേട്ട് അതിൻ്റെ പോസിറ്റീവ്, വ്യാസൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ എടുക്കണം. അതിനെ എടുക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ദോഷം വരാനുള്ള കാരണം. ഇത് കലിയുഗമാണ്, കലിയുഗത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ജനാനാം എന്നുള്ളത് മാത്രമല്ല, കർമ്മം ശുദ്ധമാവണം എന്നുള്ളത് നല്ലവണ്ണം ഇതിൻ്റെ ഈ ദോഷങ്ങളെ കണ്ടിട്ട് തന്നെയാണ് ഈ വൈദിക സമ്പ്രദായവും അതേപോലെ താന്ത്രിക സമ്പ്രദായവും ഇങ്ങനെ 4 ആക്കിയിട്ട് വിരിച്ചത്. വ്യദധാത്, വിഭജിച്ചു. എന്തിന്? ജ്ഞാനസന്തതി. കാരണം ഇത് മുഴുവൻ എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. ആയുസ്സില്ല, കഴിവുമില്ല, മേധാശക്തിയില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്നാൽ കുറേശ്ശെ ആയിട്ടേലും എടുക്കട്ടെ, തമ്മിൽ യോജിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതേ. യോജിക്കല്ലാണ്ടായത്, അതാ പറ്റിയത്. അതാണ് ഈ ജ്ഞാനസന്തതി. വേദമേകം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ വേദം. അതിനെ ചതുർവിധം 4 തരത്തിൽപ്പെട്ടതാക്കി. നമ്മൾ സാധാരണ അതിനെന്താ പറയുക വെച്ചാൽ, ഈ ഋഗ്വേദം ഭഗവാനെ കാണൽ, പര എന്നുള്ള അവസ്ഥ. യജുർവേദം പശ്യന്തി, കണ്ടതിന് ശേഷം പൂജാതി കാര്യങ്ങളെ ചെയ്യുന്നതിന് യജുർവേദം അങ്ങനെയാണ് പറയാം. പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അത് പാട്ടായിട്ട് സംഗീതമായിട്ടാണ് സാമവേദം. അതിൻ്റെ പ്രയോഗമായിട്ടാണ് അഥർവവേദം. ഇങ്ങനെയാണ് 4 ആക്കിയത്. അപ്പോൾ ചാതുർഹോത്രം, നമ്മൾ സാധാരണ അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എന്താ വെച്ചാൽ അതിപ്പോൾ ഒരു സാർവത്രികമായിട്ട് അങ്ങനെ ചെയ്യൂ എന്ന് പറയാറുണ്ട്. അഗ്നിഹോത്രവും ശുദ്ധി പ്രക്രിയയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായത്തിലേക്ക് വന്നിട്ടുണ്ട്. ഗുരുപദേശം ഇല്ലാതെ കണ്ടത് ചെയ്യാനും പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഫലം വിപരീതമാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പോസിറ്റീവ് നെഗറ്റീവ് ഇതിനുണ്ടെന്ന്. അപ്പോൾ അർഹതപ്പെട്ടവർ മാത്രം ഈ ശുദ്ധി നല്ലോണം പാലിക്കണം. ആഹാരം വളരെ ശുദ്ധമാവണം. അതേപോലെ നമ്മൾ സ്വീകരിക്കുന്നത് മാത്രം പോരാ, കൊടുക്കുന്നതും ശുദ്ധമാവണം. ഇത് രണ്ടും ശുദ്ധമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പാറ്റൻ്റ് എടുക്കാനും അതിൻ്റെ ഈ വിപണനം, ഇങ്ങനെ വിതരണം വിപണനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പണിയെടുക്കുക, വേറൊരാൾ കാശുണ്ടാക്കുക. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത് എല്ലാ കാര്യത്തിലും. അത് ഒരാൾ പണിയെടുക്കുക, എന്നിട്ട് അത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ മറ്റൊരാളെ ഏറ്റെടുത്തിട്ട് കാശുണ്ടാക്കുക അയാളാ. ഇയാളിൽ നിന്ന് ഒന്നിച്ചിങ്ങോട്ട് വാങ്ങാം. വളരെ കഷ്ടപ്പെട്ടാലേ ഈ ഒരു സാധനം ഉണ്ടാവുള്ളൂ, വളരെ കഷ്ടപ്പെട്ടാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം എൻ്റെ ഒരു മുത്തശ്ശൻ ഇതേപോലെ ഒരു പുസ്തകം രചിക്കേണ്ടായിട്ടുണ്ട്. ആ രചിക്കാൻ അദ്ദേഹത്തിന് 10-25 കൊല്ലം വളരെയധികം കഷ്ടപ്പെട്ടാണ് അദ്ദേഹം അതിൻ്റെ അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഈ ഭാരതത്തിനെ വീക്ഷിച്ച മറ്റ് ലോകത്തിലുള്ള ആൾക്കാരും എങ്ങനെ ഈ അറിവിനെ ദുരുപയോഗം ചെയ്തു എന്ന്, അതാണ് പ്രധാനം ഊന്നിയിട്ട് പറഞ്ഞത്. അതിനെ ഒരാൾക്ക്, ഒരു വിതരണക്കാർക്ക് കൊടുത്തു, ഏറ്റെടുത്തിട്ട്. ഇവിടെ പൈസ ഇല്ലല്ലോ, നമ്മുടെ മുത്തശ്ശനൊന്നും പൈസ ഇല്ല. അപ്പോൾ പൈസ ഉള്ള ആളുകൾ അതിനെ ഏറ്റെടുത്തു. അതിൻ്റെ വിതരണം ശരിയായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചു, ആ അറിവ് ആർക്കും കിട്ടിയില്ല. മാത്രമല്ല ആ അറിവിൽ മുഴുവൻ എന്താ ഉള്ളത്? ഈ സ്വാനുഭവമാണ്. ഈ സ്വാനുഭവം മുഴുവൻ പുറമേ ഉള്ളവർക്ക് അത്ര നല്ല രീതിയിലല്ല. നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് വല്ലാതെ കണ്ട് നിഷിക്കണു എന്നുള്ളതാണ് അദ്ദേഹം കണ്ടത്. ആ കണ്ടതിനെയാണ് എഴുതിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോകര് നിഷേധിച്ചു. അപ്പോൾ വിതരണവും നന്നായില്ല, അതിൻ്റെ ഏറ്റെടുത്തതും നന്നായില്ല. അദ്ദേഹം ചെയ്ത 25 കൊല്ലത്തെ ഈ അധ്വാനം എന്തായി?
അതിങ്ങനെ സൂക്ഷിച്ച് എത്ര പണിയുണ്ട്. അന്നൊന്നും പ്രിന്റിംഗ് ഒന്നുമില്ല, കയ്യെഴുത്ത് പ്രതിയാണ്. അപ്പോൾ കയ്യെഴുത്ത് ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം സ്വന്തം പേരെയും കൂടി ഇടാതില്ല. അതിൽ ഇങ്ങനെ പല സ്ഥലത്തല്ലേ മാറുക. അപ്പം അങ്ങനെ മാറി താമസിക്കുമ്പോൾ വാടകയ്ക്ക് അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെയൊക്കെ സൂക്ഷിച്ചുണ്ടാക്കിയിട്ടുള്ള മുതലിൽ നിന്നൊരു വിലയില്ല, മാർക്കറ്റിലില്ല സാധനം. അപ്പം ഇങ്ങനെ ചില അറിവുകളുടെ ഈ നഷ്ടം ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടമാണ്. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കരുത്. ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യണം. നമ്മിൽ നെഗറ്റീവ്സ് വരുന്നുണ്ടോ അതിനെ ഇല്ലാണ്ടാക്കാൻ ഏറ്റവും മിനിമം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഭാഗവതം ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. വെറുതെ അക്ഷരം പറഞ്ഞു അത് അങ്ങനെയല്ല. അതുകൊണ്ട് ആവർത്തിച്ച് പറയണു, ഈ വേദത്തെ നാലാക്കിയത് വ്യാസൻ അറിഞ്ഞു തന്നെയാണ്. എങ്ങനെ അറിഞ്ഞിട്ട്? ഭാവിയിൽ കലികാലത്തിൽ ഇപ്രകാരത്തിൽ ഇതിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കില്ല, അതിൻ്റെ ഉപയോഗം വേണ്ട രീതിയിലാക്കാൻ സാധിക്കില്ല, അതിനുള്ള മേധാശക്തി ഇല്ല, ആയുസ്സില്ല, ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് ആണ് ഇങ്ങനെ ചെയ്തത്. വ്യാസൻ അന്ന് തന്നെ അറിയാം ഇതിൻ്റെ സംയോജനം നടക്കുകയാണെന്ന് വെച്ചാൽ വളരെ ഉന്നതിയിലും, സംയോജനം നടക്കാഞ്ഞാൽ അത് കുറച്ചൊരു താഴെയും വരും. അപ്പോൾ ഈ ശ്ലോകത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വിട്ടോളൂ. എന്നിട്ട് ഈ വാച്യാർത്ഥം മാത്രം പഠിക്കേണ്ട ആൾക്കാർ പഠിച്ചോളൂ. ഞാനതിനെ പറഞ്ഞെന്ന് അനുഭവം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചാതുർഹോത്രം കർമ്മ ശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാത് യജ്ഞ സന്തത്യൈ വേദം ഏകം ചതുർവിധം. ഈ 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഉപാസനാ സമ്പ്രദായങ്ങളെ, അതാണ് ഏറ്റവും പ്രധാനം. 4 വിധത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള വിധി ക്രമങ്ങളെ. അപ്പോൾ അത് വർണ്ണം തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര. അതേപോലെ തന്നെ പ്രായം, കുട്ടികൾ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വലുതായ യൗവനം, അത് കഴിഞ്ഞാൽ അർദ്ധായു എന്നില്ലേ, മധ്യവയസ്കൻ, അത് കഴിഞ്ഞാൽ വൃദ്ധന്മാർ. ഇങ്ങനെ ആ ഒരു ക്രമത്തിന് എന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ യാഗവിധിക്കും യജ്ഞവിധിക്കും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഈ നന്നാലുണ്ട്. അതങ്ങനെ മൊത്തം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതാണ് ചാതുർഹോത്രം. അല്ലാണ്ട് ഒരു കാര്യം മാത്രം ഈ ഹോതാവിൻ്റെ ഇത് മാത്രമല്ല, ഹോമാചാര പ്രകാരം മാത്രമല്ല. അങ്ങനെ കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കിയ പഴിച്ചു അത്. ഇത് അദ്ദേഹത്തിന് അറിയാനിട്ടല്ല, വ്യാഖ്യാതാവിനെ അറിയാനിട്ടല്ല അത് ചെയ്യാഞ്ഞത്. ഇവിടെ അത്രേ വേണ്ടു, അതുകൊണ്ട് അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതേ പറഞ്ഞുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ഈ കർമ്മ എന്താണ്? ശുദ്ധം. അത് ശുദ്ധം വരാനാ, കർമ്മം ശുദ്ധമാവാൻ വേണ്ടിയിട്ടാ. ജനാനാം, എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ഈ കർമ്മശുദ്ധി വന്നാലേ മുക്തി കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാ. വീക്ഷ്യ, നല്ലോണം മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് വൈദികം, ഈ വൈദികമായിട്ടുള്ള വേദം പറഞ്ഞതായിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ താന്ത്രികവും വേദം പറഞ്ഞതാണ്. വൈദികം താന്ത്രികം എന്ന് പറയുമ്പോൾ താന്ത്രികവും വേദം പറഞ്ഞാണ്. അപ്പോൾ അത് വേദത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ. വേദത്തിൽ പറഞ്ഞത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറ്റി പറഞ്ഞിട്ടുള്ളൂ. അത് താന്ത്രികമായാലും ശരി, വൈദികായാലും ശരി, ലൗകികമായാലും ശരി, ലോകത്തിൽ പറഞ്ഞതായാലും ലോകത്തിന് നമ്മൾ കൃഷി വാണിജ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വേദത്തിൽ പറഞ്ഞതേ ഇന്നുള്ളൂ. ഈ 18 പുരാണത്തിലും അതേ ഉള്ളൂ. അപ്പോൾ അത് ശരി, ഇത് ശരി, അത് ശരിയല്ല, ഇത് ശരി എന്നൊന്നും പറയാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ദേവീഭാഗവതം വായിക്കുമ്പോൾ ഭാഗവതം പറയരുതെന്നൊക്കെ പറയണ, ഭാഗവതം വായിക്കുമ്പോൾ ദേവീഭാഗവതത്തെ പറയരുത് എന്നൊക്കെ പറയേ, ശിവപുരാണം മോശമാണ്, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ. അങ്ങനെയൊന്നല്ല അത്. ശിവപുരാണം പറയുമ്പോൾ അത് മാത്രമേ പറയാവൂ എന്ന് ഈ അതിൽ തന്നെ കുറച്ചേ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക തന്നെ വേണം. അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം പറയുകയാണ്. കാരണം ഇത് വ്യാസം കണ്ടിട്ടാ വ്യഥത അത് 4ആക്കിയത്. എന്നുവെച്ചാൽ വ്യത്യാസം വിഭാഗം ചെയ്തത്. യജ്ഞസന്തതി അതിൻ്റെ വേണ്ട രീതിയിൽ, സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ തന്നെയാണ്, ഇതിൽ ഫലമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ യജ്ഞം വേണ്ട രീതിയിൽ അതിൻ്റെ സ്ഥിതി ഇപ്രകാരത്തിൽ, അല്ലെ മകനുണ്ടായ സ്ഥിതിയല്ലേ, അതാണ് ഉദ്ദേശിച്ചത് തന്നെയാണ്, വേറൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഫലം അതാണ്. ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ ആ യജ്ഞസന്തതി, ഈ യജ്ഞത്തെ സ്ഥിതി ചെയ്യുവാൻ വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ലോകഹിതത്തിന്, ജീവഹിതത്തിന്, ഭഗവത് ഹിതത്തിന്, ദേവഹിതത്തിന്, ഇതിനു വേണ്ടിയിട്ടാ. ആ ഏകം വേദം, ഈ ഒന്നായിട്ടുള്ള വേദത്തെ ചതുർവിധം 4ആക്കിയിട്ട് വ്യഥതാത് വിഭാഗിച്ചു. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാത് യജ്ഞസന്തത്യൈ വേദമേകം ചതുർവിധം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ. ശ്രീ വ്യാസദേവന് നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.